RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവ്. DGPക്കാണ് നിർദ്ദേശം. ADGPക്കൊപ്പം RSS നേതാക്കളെ കണ്ടവരുടെ മൊഴിയെടുക്കും. ADGPയുടെ സുഹൃത്തായ RSS നേതാവ് A ജയകുമാറിന്റെ മൊഴിയും രേഖപ്പെടുത്തും. സാക്ഷി എന്ന നിലയിൽ മൊഴി രേഖപ്പെടുത്താൻ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം A ജയകുമാറിന് നോട്ടീസ് നൽകി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാർ ചേരുകയാണ്. അജീഷെ, ഈ ഒരു വിഷയത്തിൽ സർക്കാർ അന്വേഷണം നടത്തുന്നില്ല എന്നതിൽ വലിയ വിമർശനങ്ങൾ പല കോണിൽ നിന്നും ഉയർന്നിരുന്നു. ഇപ്പോൾ എന്തായാലും അത്തരത്തിലൊരു അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നു. പക്ഷേ നടപടിക്രമങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഇനി മുന്നോട്ടുള്ള പോക്ക്? ക്രിസ്റ്റീന, എന്തായാലും PV അൻവർ MLA പരാതിയിൽ നേരത്തെ തന്നെ ADGP MR അജിത് കുമാറിനെതിരെ DGP തല അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിനെതിരെ വലിയ വിമർശനം പ്രതിപക്ഷത്ത് നിന്ന് മുന്നണിക്കകത്ത് നിന്നും ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വിൻസെന്റ് MLA മുഖ്യമന്ത്രിക്കും DGPക്കും ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ഔദ്യോഗികമായി ഒരു കത്ത് നൽകിയിരുന്നു. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക കത്തായിട്ടാണ് മുഖ്യമന്ത്രിക്ക് ഈ പരാതി നൽകിയത്. ഈ പരാതി മുഖ്യമന്ത്രി DGPക്ക് കൈമാറുകയായിരുന്നു. അത് മാത്രമല്ല, ഒരു പ്രത്യേക ഉത്തരവായിട്ട് ഇറക്കുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 20 ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു അന്വേഷണത്തിന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആരോപണങ്ങൾ ഉണ്ടായതിന് പിന്നാലെ ഈ പ്രതിപക്ഷ നേതാവാണ് ഈ RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ 2 തവണ കൂടിക്കാഴ്ച നടത്തി. 2023 അടുത്തടുത്ത 10 ദിവസങ്ങളിൽ നിന്ന് വെളിപ്പെടുത്തൽ നടത്തിയത്. ആദ്യം തൃശ്ശൂരിൽ വെച്ച് RSSന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദത്താത്രേയ ഹൊസബളയുമായി കൂടിക്കാഴ്ച നടത്തി. അതിന് ഇടനിലക്കാരനായത് RSSന്റെ നേതാവായ A ജയകുമാർ ആയിരുന്നു. അതിനുശേഷം 10 ദിവസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു RSSന്റെ നേതാവായ റാം മാധവുമായി ADGP കൂടിക്കാഴ്ച നടത്തിയത്. ഇത് വലിയ വിവാദമായിരുന്നു. പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും പ്രതിപക്ഷവും വലിയ വിവാദമാക്കി. പ്രതിപക്ഷ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. എന്തുകൊണ്ട് RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം പൊതുജനം അറിയണമെന്ന് ഇവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. മുന്നണി യോഗത്തിലും CPI അടക്കമുള്ള മുന്നണികൾ ഇക്കാര്യങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. പക്ഷേ സർക്കാർ അന്വേഷണം വേണ്ട എന്നൊരു നിലപാടായിരുന്നു എടുത്തത്. എന്നാലും ഈ കഴിഞ്ഞ ദിവസം പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ADGP നൽകിയ റിപ്പോർട്ട് DGP വിയോജിക്കുറിപ്പോടെ സർക്കാരിന് നൽകിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സാക്ഷിയായി A ജയകുമാറിനെ, RSS നേതാവായ A ജയകുമാറിനെ മൊഴി നൽകാൻ ഇന്റലിജൻസ് വിഭാഗം വിളിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് DGP ആയിരിക്കും. പ്രത്യേക അന്വേഷണ സംഘത്തെ ഉടൻ തന്നെ രൂപീകരിക്കും. അജിഷെ, ഈ അന്വേഷണം നടക്കുമ്പോൾ തന്നെ ക്രമസമാധാന ചുമതലയിൽ മേധാവിത്വമുള്ള ഒരു പോലീസുകാരനെതിരായ അന്വേഷണം, അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക നടപടിക്രമങ്ങളുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ ജയകുമാറിന്റെ മൊഴി എടുക്കുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ മറ്റാരുടെയൊക്കെ മൊഴി ഇതിൽ രേഖപ്പെടുത്തും? ഏത് തരത്തിലായിരിക്കും ഈ അന്വേഷണം നടക്കുക? ക്രിസ്റ്റീന, ഈ സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത് ADGP എന്തിന് RSS നേതാക്കളെ കണ്ടു എന്നുള്ളതാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ ക്രമസമാധാന പാലനം ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്തിന് RSS നേതാക്കളെ കാണുന്നു? പ്രത്യേകിച്ച് ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ ബിസിനസ് പങ്കാളിത്തമുള്ളവരും ഒപ്പം തന്നെ ചില രാഷ്ട്രീയ പ്രമുഖരും പങ്കെടുത്തിരുന്നുവെന്ന് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇവരാരൊക്കെയാണ്? എന്തിനാണ് ADGPയെ കണ്ടത്? ADGPയെ കണ്ടതിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ പ്രധാനമായും 2 പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തേണ്ടത്. ഒന്ന് ഈ ADGPയുടെ മൊഴിയാണ്. മറ്റൊന്ന് ഈ A ജയകുമാറിന്റെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്താൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. മറ്റു 2 പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ വലിയ സ്വാധീന ശക്തിയുള്ള RSS നേതാക്കളാണ്. അവർ ഈ അന്വേഷണത്തോട് സഹകരിക്കുമോ എന്ന് നിലവിൽ വ്യക്തമല്ല. എന്തായാലും ഇവർക്ക് നോട്ടീസ് നൽകുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഈ അന്വേഷണ സംഘമൊക്കെ രൂപീകരിച്ച ശേഷം മാത്രമേ മറ്റു 2 പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നോട്ടീസ് നൽകിയുള്ളൂ. ഈ നേരത്തെ നടന്ന DGP തല അന്വേഷണത്തിൽ ADGP DGPക്ക് മുന്നിൽ മൊഴി നൽകിയിരുന്നു. പക്ഷേ അന്നൊന്നും ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചിരുന്നില്ല. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു അജീഷ്.